ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് രാഷ്ട്രീയം വികസനം ചർച്ച ചെയ്യാതെ അതെല്ലാം മാറ്റി വീണ്ടും വർഗീയതയും നേരത്തെ ഇദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയ എന്ന ഈ ജമാഅത്തെ ഞാൻ മറുപടി പറയാം. പറഞ്ഞോളൂ. ഞാൻ മറുപടി പറഞ്ഞുതരാം. എന്നാണ് ജമാഅത്തെ ഇസ്ലാമി CPM-ന് തൊട്ടുകൂടാത്ത പാർട്ടിയായത്? എന്നാണ്? അവരുടെ നിലപാടുകൾ ആദ്യം മുതലേ ഉണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡിനെ ന്യായീകരിക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ട് എല്ലാ രാഷ്ട്രീയ സഖ്യങ്ങളും സമവാക്യങ്ങളും കേരളത്തിൽ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് CPM. പക്ഷെ VD സതീശൻ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചോ വെൽഫെയർ പാർട്ടിയെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ പരസ്യമായി? അവരവരുടെ വർഗീയത ഉപേക്ഷിച്ചു. ഏറ്റവും അവസാനം പറഞ്ഞതെന്ന് അറിയോ? ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് മതസൗഹാർദ്ദ പാർട്ടിയാണ്, മതസൗഹാർദ്ദമുള്ളവരാണ് എന്ന് പറയുന്ന നിലയിൽ കോൺഗ്രസിലെ പോലും ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ കേരള അമീറിനെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് ജമാഅത്തിന്റെ ഓഫീസിൽ ചെന്ന് കണ്ടത് നിയമസഭയ്ക്കകത്ത് ചർച്ചയായപ്പോൾ ഞങ്ങൾ ജമാഅത്തിന്റെ നേതാക്കളെ കണ്ടാൽ രമേശിന് എന്താണെന്ന് നിയമസഭ ചോദിച്ചതാ. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞാൻ അത് എന്റെ കയ്യിലുണ്ട്. ഈ കാലഘട്ടത്തില് പഴയതുപോലെ കള്ളം പറയാൻ പറ്റില്ല. മൊബൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്ന്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ രംഗത്തെ വികസനത്തെ ചർച്ച ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന്റെ അവസരം. അതായത് രണ്ട് കാര്യങ്ങളാണ്: ജമാഅത്തെ ഇസ്ലാമി ആദ്യം, അതിനുശേഷം വികസനത്തെ സംബന്ധിച്ചുള്ള തർക്കം. അപ്പൊ ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞ ഏക നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കോൺഗ്രസിലെ UDF-ലെ ഒരൊറ്റ നേതാവ്, ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കം മുനീർ അടക്കം ഒരാൾ പോലും ആ സ്റ്റേറ്റ്മെന്റിനെ ഇതുവരെ പിന്തുണച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് എന്നുള്ള കാര്യം അവരുടെ വെൽഫെയർ പാർട്ടി അടക്കമുള്ള കക്ഷികൾ, അത് കോൺഗ്രസ് അല്ലാതെ മറ്റാരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഈ രാജ്യത്ത്. 3, പഹൽഗ്രാമിൽ 26 പ്രിയപ്പെട്ട നമുക്കറിയാം വിനോദസഞ്ചാരികളെ നേരിട്ട് ഷൂട്ട് ചെയ്തു കൊന്നു. ആ ചെയ്ത പ്രവൃത്തി ഏറ്റവും പുണ്യപ്രവർത്തിയായി ആ പ്രവർത്തിക്ക് പിന്തുണ കൊടുത്ത ഈ രാജ്യത്തെ ഏക സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ സംഘടനയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. 1987 ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. 87 അത് കഴിഞ്ഞ് 92 അവരുടെ പ്രബോധനം പുറത്തിറങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വയസ്സിലിറങ്ങിയ പ്രബോധനം. ആ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് വോട്ട് ചെയ്യില്ലാത്തത് കമ്മ്യൂണിസ്റ്റുകാർക്കും ഫാസിസ്റ്റുകൾക്കും മാത്രമാണ് എന്ന് കൃത്യമായി ആ പ്രബോധനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ മാസിക. പിന്നെ അങ്ങ് എടുത്തു നോക്ക്. ഇവിടെ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ നിലപാട് നോക്കി വോട്ട് ചെയ്യും, അല്ലെ ഏതൊക്കെയോ പ്രസ്താവനകൾ അവർ നടത്തി. ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷമോ CPM-ഓ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച് പോയിട്ടില്ല, വോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പറയുന്നു ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മനുഷ്യരുടെ വോട്ട് മാത്രം മതി. അങ്ങക്ക് ധൈര്യമുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ? ഭൂരിപക്ഷ വർഗീയതയുടെ ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വേണ്ടെന്ന് ഇവിടെ പറഞ്ഞാൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പൊ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ